ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോസൊക്കെ കാണി എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഒരു മുട്ടയും 2 ഏത്തപ്പഴവും 1 കപ്പ് ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അത് ഞാനൊരു പാനിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ 4 മണി പലഹാരമായിട്ടൊക്കെ കൊടുക്കാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മീഡിയം സൈസിലുള്ള 2 ഏത്തപ്പഴമാണ്. ഏകദേശം 250 ഗ്രാം കാണും. നന്നായിട്ട് പഴുത്ത പഴം തന്നെ കേക്കിന് എടുക്കുന്നതാണ് നല്ലത്. എന്നാൽ കൂടുതൽ പഴുത്തുടഞ്ഞ പഴം എടുക്കാതിരിക്കുക. ആദ്യം ഒരു പഴത്തിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം റൗണ്ട് ഷേപ്പിൽ കഷ്ണങ്ങളായിട്ട് മുറിക്കണം. കൂടുതൽ നേരിയതായിട്ടൊന്നും മുറിക്കേണ്ട, സ്വല്പം കനത്തിൽ വേണം മുറിച്ചെടുക്കാനായിട്ട്. കൂടുതൽ കനത്തിലാകാൻ പാടില്ല. ഞാൻ കട്ട് ചെയ്യുന്ന പോലെ ഇതുപോലെയുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. ഒരു പഴം നമുക്ക് ഇതുപോലെ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്താൽ മതി. ഒരു പഴം നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലുള്ളൊരു നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിരിക്കുന്നത്. ഇത് ഏകദേശം 8 ഇഞ്ചുള്ള ഒരു പാനാണ്. ഇനി പാനിലേക്ക് നമുക്ക് കുറച്ച് നെയ്യോ ബട്ടറോ ഇതുപോലെ തടവി കൊടുക്കണം. ഇനി പാനിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര വിതറി കൊടുക്കണം. ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നിരത്തി വെച്ച് കൊടുക്കണം. ഇതുപോലെ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുത്താൽ മതി. നിരത്തി വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പാൻ്റെ അറ്റത്തേക്ക് പോകരുത്, കുറച്ച് നടുഭാഗത്തേക്കായിട്ട് വെച്ച് കൊടുത്താൽ മതി. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി മിക്സിയിൽ ഒരു വലിയ ജാറിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയിൽ നിന്ന് 2 ടീസ്പൂൺ പഞ്ചസാര മാറ്റിയിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എനിക്ക് മധുരം കുറച്ച് മതി ആയതുകൊണ്ടാണ്. ഇനി നമ്മൾ പഴവും കൂടി അടിച്ച് ചേർക്കാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ മധുരവും കൂടി ഉണ്ടാവും. പഞ്ചസാരയും മുട്ടയും കൂടി ആദ്യം ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിരിക്കുന്നത്. വീണ്ടും ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഒരു പഴം ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കണം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പട്ട പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. പട്ടപ്പൊടിക്ക് പകരമായിട്ട് വാനില എസൻസ് ചേർത്ത് കൊടുത്താലും മതി. ഇനി മിക്സി മൂടി ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം. ഇപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി കാണുന്ന പോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ബൗളിൻ്റെ പുറത്തേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. അതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കണം. അരിച്ചെടുത്തതിന് ശേഷം ഒരു സ്പാറ്റില കൊണ്ട് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാല് കുറേശ്ശായിട്ട് പല പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കൂടുതൽ ബലത്തിലൊന്നും ഇട്ട് ഇളക്കേണ്ട, ഒന്ന് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. ബാറ്ററി കാണുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയിൽ വേണം ഇരിക്കാനായിട്ട്. കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇതുപോലുള്ളൊരു ചപ്പാത്തി തവയോ അല്ലെങ്കിൽ ദോശ തവയോ ചൂടാക്കാൻ വെക്കണം. 3 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് പ്രീ ഹീറ്റ് ചെയ്യണം. ഇപ്പോൾ പാൻ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പാൻ ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് റെഡിയാക്കി വെച്ചിരുന്ന കേക്ക് ബാറ്റർ മെല്ലെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം സ്പാറ്റില കൊണ്ടൊന്ന് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കണം. ബാറ്റർ ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്കും കുറച്ച് പതുക്കെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പഴമൊക്കെ അതിൻ്റെ സ്ഥാനം മാറിപ്പോകും. ഇനി പാൻ മൂടി വെച്ച് കൊടുക്കാം.
പാൻ മൂടിയതിന് ശേഷം 2 മിനിറ്റ് സ്റ്റവ് ഒരു ഹൈ ഫ്ലെയിമിൽ വെക്കണം. അതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്താൽ മതി. പ്രത്യേകം ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ കുക്ക് ചെയ്യാനായിട്ട്. കേക്ക് പെട്ടെന്ന് റെഡിയായി കിട്ടും. 8 മിനിറ്റിന് ശേഷം മൂടി മാറ്റിയിട്ട് കേക്ക് പാകമായിട്ടുണ്ടോയെന്നൊക്കെ നമുക്ക് ഇടയ്ക്ക് നോക്കാം. ഞാനിവിടെ കേക്ക് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ കേക്കിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കുത്തി നോക്കാം. സ്ക്യൂവറിലൊന്നും ഒട്ടും പിടിച്ചിട്ടില്ല. കേക്ക് നല്ല പാകമായി വന്നിട്ടുണ്ട്. കുത്തി നോക്കുമ്പോൾ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ നമ്മൾ വീണ്ടും കുറച്ച് നേരം കൂടെ മൂടി വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഇത് കാണുന്ന പോലെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. കേക്ക് നല്ല പാകമായിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ 15 മിനിറ്റ് കൊണ്ട് കേക്ക് റെഡിയായി കിട്ടി. ഇപ്പോൾ കുക്കിംഗ് ടൈം നമുക്ക് അത്ര കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. ഓരോരുത്തർ ഉപയോഗിക്കുന്ന സ്റ്റൗവിൻ്റെ ഫ്ലെയിമൊക്കെ വ്യത്യാസമായിരിക്കും. അപ്പോൾ അത് നോക്കി നിങ്ങൾ കുക്ക് ചെയ്യാം. സൈഡ് ഇതുപോലെ ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും കേക്ക് പാകമായിട്ടുണ്ടാകും. ഇനി കേക്ക് നമുക്കൊന്ന് തിരിച്ചിടണം. അതിനായിട്ട് കേക്കിൻ്റെ സൈഡെല്ലാം നമുക്ക് ഇതുപോലെ ഒരു ചട്ടകം വെച്ചിട്ടൊന്ന് പതുക്കെ വിടിയിപ്പിക്കണം. പതുക്കെ ഇളക്കിയെടുത്താൽ മതി. ചിലപ്പോൾ ചൂടായതാണ് പെട്ടെന്ന് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇനി പാൻ്റെ പുറത്തേക്കൊരു വലിയ പ്ലേറ്റ് വെച്ച് കൊടുക്കാം. ഇനി കേക്ക് ഇതുപോലെ ഇങ്ങനെ തിരിച്ചിടാം. കേക്ക് നല്ല പാകമായി വന്നിട്ടുണ്ട്. കേക്കിൻ്റെ ബാക്ക് സൈഡൊക്കെ നല്ല കാരമലൈസ് ചെയ്ത പോലെ ഇരിപ്പുണ്ട്. വീണ്ടും നമുക്ക് കേക്ക് ഈ പാനിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ആ സൈഡും കൂടെ കുറച്ച് ബ്രൗൺ കളറായി കിട്ടും. ഇനി പാൻ മൂടേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ലോ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോഴത്തേക്കും കേക്കിൻ്റെ ആ സൈഡും കൂടി ചെറിയ ബ്രൗൺ കളറായി വരും. അതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. വീണ്ടും നമുക്ക് പ്ലേറ്റ് വെച്ചിട്ട് കേക്കിലേക്ക് ഇട്ട് കൊടുക്കാം. കേക്കിൻ്റെ ഈ സൈഡും ചെറിയ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത് റെഡിയായ കേക്ക് നമുക്ക് കുറച്ച് സമയം തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ കേക്ക് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. നമുക്ക് മുറിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് കേക്കാണ്. നിങ്ങൾ ഈ കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ ഹെൽത്തി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. വളരെ കുറച്ച് സമയവും മതി. വീണ്ടും ഇതുപോലെ നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്